ടി.ജി. മോഹൻദാസ് അറസ്റ്റിലാവുകയും ജാമ്യം നേടുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അതിൽ വളരെ വിശദമായി അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഒത്തുകളികളെക്കുറിച്ചും വളരെ വിശദമായിട്ട് എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ ടി.ജി. മോഹൻദാസിനെ വളരെ ബുദ്ധിപരമായി വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തായിട്ടുള്ള മറുനാടൻ ഷാജൻ ഒരു വലിയ പണി ചെയ്തിട്ടുണ്ട്. ആ പണി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തമ്പ് കൊടുത്തേക്കുന്നത്. തമ്പ് കൊടുക്കുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള തമ്പുകൾ കൊടുക്കാറില്ല എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്കറിയാം. തംബ്നെയിലുകളൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഷാജൻ പലപ്പോഴും പിണറായിയുടെ പൃഷ്ഠത്തിൽ പിടികൊണ്ടു എന്നൊക്കെ പറഞ്ഞ തമ്പുകളൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുകരിച്ചാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു തമ്പ് കൊടുത്തേക്കുന്നത്. പക്ഷേ കാര്യം കുറച്ച് രൂക്ഷമായിട്ടുള്ള വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ തമ്പ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. ഷാജൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. എത്ര വിദഗ്ധമായി, എത്ര തന്ത്രപരമായിട്ടാണ് ഷാജൻ ഈ തെറ്റിനെ ന്യായീകരിക്കുന്നത്, എതിർത്തുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് എൻ്റെ കമൻറ്റുകൾ കൂടി പറയാം. ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടോളൂ. ഇന്ന് വൈകുന്നേരത്തോടെ സമാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടു നിന്ന വലിയൊരു സോഷ്യൽ മീഡിയ നാടകം ഇന്ന് വൈകുന്നേരത്തോടെ സമാപിച്ചിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ടി.ജി. മോഹൻദാസ് എന്ന വലത് സൈദ്ധാന്തികനെ എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള വീട്ടിൽ ചെന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ടു നിന്നു വീട്ടിലെ നാടകം. എന്തിനാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ 2.5 മണിക്കൂർ എടുത്തത് എന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ പരിശോധന എന്നായിരുന്നു പറച്ചിൽ. അത് തന്നെ പ്രഹസനമാണ്. ടി.ജി. മോഹൻദാസ് ഒരു യൂട്യൂബ് ചാനലിന്റെ വീട്ടിൽ പോയി അഭിമുഖം കൊടുത്തതിന് ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുക്കുകയല്ല ചെയ്തത്. ടി.ജി. ഒറ്റയ്ക്ക് എന്ന് പറയുന്ന ഒരു സോളോ വീഡിയോ ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് ഷാജൻ കാണാത്തതല്ല. ഷാജൻ അവിടെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഷാജൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഭിമുഖമല്ല. പക്ഷേ ഷാജൻ ആദ്യത്തെ വീഡിയോ കണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഷാജൻ ഇതിൽ തന്നെ ഒരു കള്ളം പറയുന്നുണ്ട്. കാരണം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മോഹൻദാസിന്റെ വീട്ടിൽ 2.5 മണിക്കൂർ അരിച്ചു പറക്കാനിരിക്കുന്നത് എന്തേ എന്ന് ആർക്കും അറിയില്ല. ആ അഭിമുഖം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുണ്ട്. 2.5 മണിക്കൂറിന് ശേഷം മോഹൻദാസുമായി സൈബർ പോലീസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. വെളുപ്പിന് 1:20 സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി മോഹൻദാസിനെ കോടതിയിൽ എത്തിക്കുമ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞു. കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു കൊടും കുറ്റവാളിയുടെ കാര്യത്തിൽ എന്ന പോലെ വാശിയോടുകൂടി മോഹൻദാസിനെതിരെ വാദമുഖങ്ങൾ ഉയർത്തി. മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കണം. ഇതെല്ലാം ഒന്ന് നാടകം, രണ്ടാമത്തത് കൊടും കുറ്റവാളിയെ പോലെ എന്ന് പറഞ്ഞാൽ മോഹൻദാസ് ഒരു സാധാരണ പാവം മനുഷ്യനാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെ വളരെ വിദഗ്ധമായി കള്ളം പറയാം എന്നുള്ളതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണമാണിത്. കൂടാതെ പ്രിയപ്പെട്ട വി.ഡി. സതീശനോടും കോൺഗ്രസ്സുകാരോടും എനിക്ക് പറയാനുള്ളത്, ഒരു പ്രശ്നം വരുമ്പോൾ ഷാജൻ യഥാർത്ഥത്തിൽ പിണറായിക്കെതിരെ സംഘികളിലൊപ്പവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒപ്പവും നിൽക്കുന്നു എന്നുള്ളൊരു നാട്യമാണുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ മറുനാടൻ ഷാജൻ ആരോടൊപ്പമാണെന്ന് ഈ വീഡിയോ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കും എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷെ പ്രോസിക്യൂഷന്റെ വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് മോഹൻദാസ് എന്ന 71 വയസ്സുകാരനെ തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് തങ്ങി നാളെ തിരിച്ചു പോകുന്ന ഷാജൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഷാജൻ ആ വീഡിയോ, അതിൻ്റെ ആദ്യത്തെ വാർത്ത കണ്ടപ്പോൾ തന്നെ എടുത്തേക്കുന്ന വീഡിയോ ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പോരാൻ കഴിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ 3 ദിവസവും തുടർച്ചയായി ഹാജരാകണം. അപ്പോൾ 3 ദിവസം അദ്ദേഹം അവിടെ താമസിക്കേണ്ടി വരും. നാടകം, മറ്റേ വയോധികൻ, നിങ്ങൾ ഈ വാക്കുകളൊക്കെ തന്നെ ശ്രദ്ധിക്കണേ. ഈ അറസ്റ്റ് നാടകം ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ തുടർച്ചയായി കണ്ടത് ഇത്തരം നാടകങ്ങളായിരുന്നു. ആ നാടകങ്ങളുടെ തുടർച്ച തന്നെയാണ് പുതിയ ഭരണത്തിലും എന്ന് വ്യക്തമാക്കുകയാണ് ടി.ജി. മോഹൻദാസ് എന്ന വയോധികനായ സൗമ്യഭാഷനായ ഒരു മനുഷ്യനെതിരെയുള്ള ഈ പടയോട്ടം. ടി.ജി. മോഹൻദാസ് പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു കള്ളത്തരമുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കേൾക്കാം. പൊതുസമൂഹം ടി.ജി. മോഹൻദാസിനോട് യോജിക്കുന്നുവെന്ന്. ടി.ജി. മോഹൻദാസ് വെടിവെച്ചു കൊല്ലണം ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയവരുടെ കൂടെ RSS ബി.ജെ.പി ഉണ്ടായിരുന്നു.
Mastering Claude N 2026 is worth over 1 crore dirham and even more. Top companies in Dubai and Abu Dhabi are offering massive packages to professionals. അതുകൊണ്ട് തന്നെ മോഹൻദാസിന്റെ പ്രസ്താവന അരുചികരമാണ്. അങ്ങനെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേട്ട, അരുചികരം. ഏത് ആ പ്രസ്താവന അനുചിതമാണെന്നും പോലും പറയുന്നില്ല. ഷാജൻ ഒന്ന് നക്കി നോക്കി, അപ്പോൾ എന്താണ്, ഒരു രുചിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒരു പ്രസ്താവന മോഹൻദാസിൽ നിന്നും വരരുതായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ എന്ത് നിയമസാധ്യതയാണ് ഈ കേസിലും അതിന്റെ തുടർച്ചയായുള്ള അറസ്റ്റിലുമുള്ളത്? ഭരണഘടന ഒരു പൗരന് ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൽ ചില പിഴവുകൾ പറ്റിയാലും അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ത് സാഹചര്യമാണുള്ളത്? എന്താണ് മോഹൻദാസ് പറഞ്ഞത്? ഒരു യൂട്യൂബ് ചാനലിന് മോഹൻദാസ് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, മോദിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ കീഴടങ്ങുമായിരുന്നില്ല, നേരെ മറിച്ച് വെടിവെക്കാൻ പറയുമായിരുന്നു, കുറെ ശവങ്ങൾ വെറുക്കിയെടുക്കുമായിരുന്നു. ഇതാണ് മോഹൻദാസിന്റെ വിവാദമായ പ്രസ്താവന. പിന്നീട് പറഞ്ഞു കേട്ടു മോഹൻദാസ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഷാജൻ ആ വീഡിയോ കാണാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഷാജൻ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഷാജൻ ഈ 10-11 ദിവസമായിട്ടും ഷാജൻ അത് കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിൽ പറയുന്നൊരു കള്ളവും കൂടിയുണ്ട്. ഏത് വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. മറ്റേ അടുത്ത വാചകം ഷാജൻ കേട്ടിട്ടില്ല കേട്ടോ. കേട്ടിട്ടില്ലാത്ത എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടോ. ആ സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സമരത്തിൽ പങ്കെടുത്തവരെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊല്ലണം. പിന്നെ ആ സമരത്തിൽ പങ്കെടുത്തവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന്. എൻ്റെ പൊന്നു ഷാജ ഇങ്ങനെ കള്ളം പറയല്ലേ. ഇതല്ല പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാം. ആദ്യത്തെ ഭാഗം ഞാൻ കേട്ടതാണ്. അരുചിയാണ്, അങ്ങനെ പറയരുതായി. ആദ്യത്തെ ഭാഗത്തിന് ചെറിയൊരു അരുചി, നമ്മൾ തിന്നു നോക്കുമ്പോൾ ചെറിയൊരു രുചികരമല്ല, മനസ്സിലായാലും അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ ചെറിയൊരു ടേസ്റ്റ് കുറവും, കുഴപ്പമില്ല കഴിക്കാൻ, ചെറിയൊരു ടേസ്റ്റ് കുറവും എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാം ഭാഗം ഞാൻ കേട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഭാഗം ഷാജൻ കേട്ടില്ലെന്ന്. എങ്ങനെയുണ്ട്? ഷാജനെ പോലെ ആള് ഇത്രയും വീഡിയോ ചെയ്യണതിന് വേണ്ടി റിസർച്ച് ചെയ്ത് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് റിസർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാൾ ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു പരാമർശം എന്ത് ചെയ്തില്ല? കേട്ടില്ല കേട്ടോ, കേട്ടില്ല. നിങ്ങൾ വിശ്വസിക്കാതിരിക്കല്ലേ, കേട്ടില്ല, സത്യമായിട്ട് കേട്ടില്ല. അതും മോശമാണ്. ഇതിനോട് പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണം. എൻ്റെ പൊന്ന് ഷാജോ സമ്മതിച്ചേ. ഷാജ ഇതല്ലല്ലോ സത്യം. ഷാജ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ സത്യം പറയണ്ടേ? നമുക്ക് എന്ത് ചെയ്യണ്ടേ? സത്യമൊക്കെ ഇടയ്ക്ക് പറയണ്ടേ? ഷാജൻ പറയുന്നത്, ഷാജൻ ജനങ്ങളോട് മുഴുവൻ സത്യവും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ്. സ്വന്തം ഭാര്യ തെറ്റ് ചെയ്താൽ പോലും ഷാജൻ അത് ന്യൂസാക്കി പറയും, അല്ലാതെ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് ഷാജൻ പറയുന്നത്. അതൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത്. ഇപ്പം എനിക്കത്ര വിശ്വാസം പോരാ. ഷാജൻ എന്താണ് പറഞ്ഞത്? ഒരു കാര്യം ആദ്യത്തേത് പറയാം. ഷാജനോട് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വെർബാറ്റ സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എങ്ങും നോക്കണ്ട. ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ ഷാജ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ രീതികളാണ് മറ്റേ ഓരോ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത്. അതിൽ മോദി ഇപ്പോൾ ഇത് ചെയ്തു. അദ്ദേഹത്തിൻ്റെതായ ഇൻപുട്ടുകൾ ഉണ്ടാകാം, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും, നിരവധി ഇൻഫർമേഷൻസ് ഉണ്ടാവും. പക്ഷേ ഞാനാണെങ്കിൽ ഇവരെ ഏറ്റവും ആദ്യം തന്നെ ഒരു കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു. അതിനുശേഷം പിരിഞ്ഞു പോകാൻ പറഞ്ഞ് അനൗൺസ്മെൻറ്റുകൾ നടത്തുമായിരുന്നു. എന്നിട്ടും ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെടിവെക്കാൻ ഉത്തരവിടുമായിരുന്നു. അപ്പോൾ വെടിവെക്കാൻ ഉത്തരവിടുമ്പോൾ കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല. ആ മരിച്ചവരുടെയൊക്കെ ശവങ്ങൾ പെറുക്കിയെടുത്ത് ഞാൻ ആശുപത്രിയിലിടും എന്നാണ് ഷാജ പറഞ്ഞത്. ഇതാണ് പറഞ്ഞത്. ഇതാണ് ആദ്യത്തെ കാര്യം കേട്ടോ. ഇതല്ല, ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യം വേറെ ഉണ്ട്. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഷാജൻ കേട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ തൊടാതെ വിഴുങ്ങിയിട്ട. അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ തമാശ കളിക്കരുത്, നിങ്ങൾ വിശ്വസിക്കണം. ശരിക്കും ഷാജൻ സത്യമേ പറയൂ, കേട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്ര ഗൗരവമുള്ള കാര്യം ഷാജൻ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിക്കരുത്. കേട്ടിട്ടില്ല. പിന്നെ ഷാജൻ ആദ്യത്തേതും കേട്ടിട്ടില്ല, കാരണം ഷാജൻ പറയുന്ന അഭിമുഖം കൊടുത്തു എന്നാണ്. അല്ല, ഇപ്പം ഞാനിരുന്ന് ഈ വീഡിയോ എടുക്കുന്ന പോലെ എടുക്കുകയാണ് ഇത്. ഇനി രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും ഗൗരവമുള്ള ഷാജ. ഷാജൻ ആ വാചകം ഒന്ന് കേൾക്കണം. പുള്ളിയുടെ വാചകം ഇതാണ്. യഥാർത്ഥത്തിൽ പുള്ളി കാണിക്കുന്നതാണ് ഇതാണ്. അവിടെ ചില കൂട്ട ബലാത്സംഗങ്ങളൊക്കെ നടക്കും. എവിടെ? അവിടെ വന്നേക്കണ സ്ത്രീകൾ അതിനു മുമ്പ് പുള്ളി ക്ലീവേജ് കാണിക്കുന്നതും ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞാൽ അവിടെ കൂട്ട ബലാത്സംഗങ്ങൾ നടക്കും. പിന്നെ അതിന് പരാതിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂട്ടബലാത്സംഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണവർ. ആര്? അവിടെ ഇപ്പോൾ സമരത്തിന് വന്ന സ്ത്രീകൾ. എന്നിട്ട് പുള്ളിയുടെ അടുത്ത ഡയലോഗ് ഉണ്ട്, അത് ശ്രദ്ധിച്ചേക്കണേ. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ഡിമാല് ഗുണ്ടന്മാർക്കൊക്കെ അങ്ങനെ കൂട്ടബലാത്സംഗം ഇഷ്ടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ഡിമാല് ഗുണ്ടന്മാർക്കൊക്കെ എന്താണ് മറ്റേ ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, ആരാണ് ഡിമാല് ഗുണ്ടൻ? ഇഷ്ടമാണെന്ന് പറയണം. ഇനി അടുത്ത വാചകം അതും കൂടി നിങ്ങൾ കേൾക്കണം. ഇത് അപ്പം ആ കൂട്ടബലാത്സംഗത്തിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാൽ
ഒന്ന് കേൾക്കണം നിങ്ങൾ. ആരെങ്കിലുമൊക്കെ കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവർ വരുന്നവരെല്ലാവരും. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെയുള്ളവരുണ്ടാവും, നമുക്കറിയില്ല അത്. പക്ഷേ നമുക്ക് പുള്ളി പറയണത് അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഈ കൂട്ടബലാത്സംഗത്തിനിടക്ക് മരിച്ചു പോയാൽ അവരെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ അവരെ രക്തസാക്ഷിയായി പോകുന്നു. അതാണ് ഷാജൻ പറയണത്. രണ്ടാമത്തത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. ഷാജാ, മോഹൻദാസിനെ പരിഹസിക്കണം, ട്രോൾ ഇറങ്ങണം എന്നൊക്കെ സത്യം. പക്ഷേ അതിനുമേൽ മോഹൻദാസിനെതിരെ കേസെടുക്കുന്നത് എന്ത് ന്യായം? അതിനെതിരെ കേസെടുക്കാൻ പാടില്ല, ട്രോൾ ഉണ്ടാക്കണം നമ്മൾ. ഇതിനെതിരെ നമ്മൾ ജസ്റ്റ് ട്രോളുകൾ, മനസ്സിലായോ? പറഞ്ഞാണ് ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതാണ് ഷാജ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ചിന്ത ഷാജിനി, ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ സമരത്തിന് വന്നേക്കുന്ന സ്ത്രീകളെല്ലാം മറ്റേ ഇതാണെന്നാണ്. ഈ 71 വയസ്സും മറ്റേ ഇതൊന്നും MM മണിയും അതുപോലെ മറ്റേ ചില ആളുകൾ ഇതുപോലെയുള്ള ഇത്രയും മോശപ്പെട്ട പരാമർശം അവർ നടത്തിയപ്പോൾ ഷാജൻ്റെ വായിൽ ഇതല്ലായിരുന്നല്ലോ വന്നത്. എന്തോന്നാണ് ഷാജി ഇത്? തനിക്ക് അധികാരമുണ്ടെങ്കിൽ താൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് മോഹൻദാസിന് പറയാൻ എങ്ങനെ അവകാശമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് മോഹൻദാസിന്റെ നിലപാടാണ്. ആ നിലപാടിനോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം. അതിന് പേരിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് എന്ത് വകുപ്പെടുത്താണ്? മോഹൻദാസ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, കലാപം ഉണ്ടാക്കാൻ വേണ്ടി അഭിപ്രായ പ്രകടനം നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ എന്ത് കലാപമാണ് ഉണ്ടാവുക? മോഹൻദാസ് പറഞ്ഞത് വിവരക്കേടാണെന്ന് സകലരും ഒരേ ഭാഷയിൽ പറയുമ്പോൾ മോഹൻദാസ് ആരെങ്കിലും തോക്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ വെടിവെക്കുമെന്നാണോ പോലീസ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് തന്നെ നിയമപരമായി നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രണ്ടാമത്തെ ഭാഗം, പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത് ഇഷ്ടപ്പെടുന്നവരാണ് എന്നതും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതെങ്കിലും അയ്യോ ഷാജ, അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഷാജ കേൾക്കാത്തതുകൊണ്ടാണ്. അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അവിടെ സമരം ചെയ്യാൻ വന്ന സ്ത്രീകളെ കുറിച്ച് അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശമാണ്. ഈ ഗവൺമെന്റ് അതിലൊരു പണി കാണിച്ചു. കാരണം നിരവധി വനിതാ അഡ്വക്കേറ്റ്സ് അടക്കമുള്ള ആളുകൾ പരാതി കൊടുത്തിരുന്നു. ആ പരാതി അല്ല ഗവൺമെന്റ് എടുത്തത്. ഗവൺമെന്റ് വളരെ ബുദ്ധിപരമായി രക്ഷിക്കുന്നതിന് വേണ്ടി SDPIയുടെ പരാതിയാണ് എടുത്തത്. ഷാജൻ വെള്ള പൂശിക്കോ വൈറ്റ് വാഷ് അടിച്ചോ കുഴപ്പമില്ല. അപ്പോൾ ഈ അടുത്തായിട്ട് ഷാജൻ്റെ പെയിൻ്റടിയാണ് ഷാജൻ്റെ മെയിൻ പണി, മാധ്യമ പ്രവർത്തനമല്ല. അതിനെനിക്ക് കുഴപ്പമില്ല, ഷാജൻ ധൈര്യമായിട്ട് ചെയ്തു, അതിന് പ്രശ്നമില്ല. പക്ഷേ ഇത്രയും കടന്ന കൈ എന്ത് ചെയ്യരുത്. കാരണം ഈ വീഡിയോ ഷാജൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യരുത്. ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതും നിയമപരമായി നിലനിൽക്കുന്ന കുറ്റകൃത്യമല്ല. പോലീസിൽ നടപടിക്രമങ്ങളിലേക്ക് നോക്കുക. കേസെടുത്തിട്ട് ഏതാണ്ട് 2 ആഴ്ചയോളമായി. പോലീസ് എന്തുകൊണ്ടാണ് മോഹൻദാസിനെ രാത്രി വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തത്? മോഹൻദാസിന് ഒരു നോട്ടീസ് കൊടുത്ത് വരണമെന്ന് പറഞ്ഞാൽ മോഹൻദാസ് വരുമായിരുന്നില്ലേ? 71 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായ മനുഷ്യനാണെന്ന് ഓർക്കണം. രാത്രി പോയി അറസ്റ്റ്. വന്ധ്യവയോധികനായ മനുഷ്യൻ ഈ കാര്യം പറഞ്ഞതിനൊരു കുഴപ്പമില്ല. ജസ്റ്റ് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഒന്ന് വരയണമേ എന്ന് അഭ്യർത്ഥിച്ചാൽ മതി എന്നാണ് ഷാജൻ പറയുന്നത്. അവിടെ ഒരു 2.5 മണിക്കൂർ മനഃപൂർവ്വം വൈകിപ്പിച്ച് ഏതാണ്ട് പാതിരാത്രി മുഴുവൻ പോലീസ് ജീപ്പിന്റെ പിറകിലിരുത്തി ആ മനുഷ്യൻ ഒരു രാത്രി ഉറങ്ങാനുള്ള അവസരം മുഴുവൻ നിഷേധിച്ച് ഇവിടെ കൊണ്ടുവന്നി. കഷ്ടം. ഇത്രയൊക്കെ പറഞ്ഞ ഒരു സാധു മനുഷ്യനെ ഉറങ്ങാതെ എന്ത് ചെയ്തു ഇരുത്തി? തെറ്റല്ലേ? തെറ്റാണ്. അതേസമയം വേറെ ഏതെങ്കിലും CPM നേതാക്കളാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയില്ലായിരുന്നു. മനസ്സിലായി? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ചിലപ്പോൾ ഇതിൻ്റെ 10%, 1% വരുന്ന ഒരു അധിക്ഷേപം നടത്തിയെങ്കിൽ പോലും ഷാജൻ്റെ വായിൽ നിന്ന്. അങ്ങനെ ഷാജൻ്റെ വേറെ വീഡിയോസ് ഉണ്ട്. ഞാനിപ്പോൾ അത് എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാണിക്കാത്തേട്ടാ. നിർത്തിയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്തിനാണ് വൈകുന്നേരം 3 മണി വരെ കോടതിയിൽ ഹാജരാക്കാൻ വൈകിയത്? മെഡിക്കൽ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ ചെയ്തുകൂടായിരുന്നോ? പ്രത്യേകിച്ചൊന്നും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിന് ചെയ്യാനില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, ജാമ്യം കിട്ടി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വരുന്നു. പക്ഷെ ബോധപൂർവ്വം സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഒരാൾ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനും കോടതിയിൽ ഹാജരാക്കണമെന്ന് വകുപ്പുള്ളത് കൊണ്ട് ആ 24 മണിക്കൂർ ഹരാസ് ചെയ്യുക, അത്രയും കാലം മോഹൻദാസിന്റെ അറസ്റ്റ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് മനഃപൂർവ്വം വൈകിപ്പിച്ചത്. ഈ അറസ്റ്റ് കൊണ്ട് പോലീസ് എന്ത് നേടി? സർക്കാർ എന്ത് നേടി? നമ്മുടെ സമൂഹം വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരാണ്. അവർക്ക് വിവരക്കേടുകൾ. ഈ വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഷാജൻ പറയുന്ന രണ്ടാമത്തെ കാര്യം. എന്തൊരു വ്യത്യസ്തതയാണ് ഷാജി. ഇതിലും വലിയ വ്യത്യസ്തത സ്വപ്നങ്ങളിൽ മാത്രം. മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു മറ്റേ പരസ്യ ഡയലോഗുണ്ട്. ഇതിലും വലിയ ഈ പറയുന്ന പോലെ എന്നാണ് മറ്റേ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പരസ്യം. ഇതിലും വലിയ സെലക്ഷൻ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പോലെ ഒരു സ്വപ്നം മാത്രമായി പോയി. ഗംഭീരമായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. വിളിച്ചു പറയാൻ ആരും
നിയമപരമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. വിവരമില്ലാത്തവർ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം. മോഹൻദാസ് അപ്പൊ മോഹൻദാസ് വിവരമില്ലാത്തവനാണെന്ന് ഷാജൻ സമ്മതിച്ചോ? സ്ട്രൈറ്റ് ആയിട്ട് പറയണോട്ടോ ഉത്തരം. വിവരക്കേട് വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ മോഹൻദാസിനെ വിമർശിക്കാം. പക്ഷെ 24 മണിക്കൂർ അയാളുടെ മൗലികാവകാശം നിഷേധിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വയ്ക്കുക, അയാൾ ഉറങ്ങാനുള്ള അവസരം നിഷേധിക്കുക, ഇതൊന്നും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉചിതമായ കാര്യമല്ല. മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞ ഒരു ഷഫീന ബീവി ഇപ്പോഴും ഇതിന്റെ നേരെ പേരെ നടന്ന് നാട്ടുകാരെ തെറി വിളിക്കുന്നുണ്ട്. ജാൻമണി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, മോദിയുടെ പിതാവ് മരിച്ചു 3 വർഷം ജാൻമണിക്കെതിരെ ആദ്യത്തെ ദിവസം തന്നെ കേസെടുത്ത് 24 മണിക്കൂറിനോട്ട്. ഷാജൻ മിണ്ടാത്താണ്. കഴിഞ്ഞാണ് മോദി ജനിച്ചത് എന്ന വിവരക്കേട് പറഞ്ഞിട്ട് നിരവധി പേർ പരാതി കൊടുത്തിട്ട് അണങ്ങിയിട്ടില്ല. മോദിയെ കൊല്ലണമെങ്കിലേ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ധാരാളം. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതൊന്ന് കേൾക്കണം. അതായത് ഇങ്ങനെ പറയുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. മോദിയെ കൊല്ലണം എന്ന് പറയുന്നത് എങ്കിലേ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്ന് പറയാം. ഷാജന്റെ പേര് പറയാത്ത ഷാജൻ പേര് പറ, നമ്മളൊന്ന് കേൾക്കട്ടെ. ഇത്തരം പ്രസ്താവനകൾക്കെതിരെ നിരവധി പരാതികൾ പോലീസിലുണ്ടെങ്കിലും അനങ്ങാറില്ല. ടി മോഹൻദാസിന് വിവരക്കേട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് പ്രകടനം നടത്തുന്നു. ഇതുവഴി മോഹൻദാസിന്റെ ജനപ്രീതി കൂടും എന്നല്ലാതെ പോലീസ് വിചാരിച്ചതോ സർക്കാർ വിചാരിച്ചതോ ആയ വിവരക്കേടുകളൊക്കെ പറഞ്ഞാൽ ജനപ്രീതി കൂടും അല്ലേ ഷാജ? വെരി ഗുഡ്, കലക്കി. ഒന്നും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി വിജയനെ കണ്ടുപഠിക്കുകയാണോ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയും എന്ന് സംശയിക്കുന്നു. ഇവിടെയാണ് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ടത്. അതായത് സംഘപരിവാറും കോൺഗ്രസും തമ്മിലൊരു പ്രശ്നം വന്നപ്പോൾ ഷാജൻ എവിടെ നിന്നുള്ളത് ആളുകൾ കാണണം, കെട്ടിപ്പിടിക്കുന്ന മുഖ്യമന്ത്രിയും കാണണം, രമേശ് ചെന്നിത്തലയൊക്കെ ഒന്ന് കാണണോട്ടോ. അത് പ്രത്യേകമായിട്ട് എനിക്ക് കോൺഗ്രസ്സുകാരെ കൂടി ഒന്ന് ഉറപ്പിപ്പെടുത്താറുണ്ട്. തരത്തിൽ നിരവധി കേസുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിമർശിച്ചു, ആഭ്യന്തരമന്ത്രി വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നത്. പരസ്യം വന്നാണ് ഉള്ള ഒരു കേസും മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നാണ്. മുഖ്യമന്ത്രിയുടെ അതായത് മോഹൻദാസിന്റെ കേസ് വന്നപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഷാജൻ ബാക്കി എല്ലാ കേസുകളും ഗവൺമെന്റ് തെറ്റായിട്ട് എടുക്കുന്നതെന്നായി. ഈവൺ അർജുനായങ്കിക്കെതിരെയുള്ള കേസ് പോലും തെറ്റാണെന്നായി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ആലപ്പുഴയിൽ ഒരാൾക്കെതിരെ കേസെടുക്കുകയും അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബേപ്പൂരിൽ നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന്റെ പേരിൽ കേസിൽ പ്രതിയായി. അറിഞ്ഞോ അറിയാതെ പിണറായിയുടെ പ്രേതം UDF സർക്കാരിനെ ചുറ്റി വരിയുന്നു എന്ന സംശയം ഇല്ലായികയില്ല. സുഗതൻ എന്ന തിരുവനന്തപുരം നഗരസഭാംഗത്തിന് നിയമപരമായി അവധി അപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് കത്തെഴുതിയതിന് ചിത്ര കാരുണ്യ എന്ന പേരുള്ള ഒരു അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് ഇതിന്റെ ഭാഗമാണ്. സുഗതനെ സഹായിച്ച ആൾക്കെതിരെ നടപടിയെടുത്തതിന് ഷാജന് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നമ്മുടെ TG മോഹൻദാസിനെതിരെ ചെറിയൊരു നടപടി എടുത്തതും ഒരു ദിവസം അദ്ദേഹത്തെ ഉറക്കമില്ലാതെ ഇരുത്തിയത് പോലും ഷാജൻ എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടില്ല. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ, നിങ്ങളുടെ സ്വന്തം ആളാണെന്ന് വിചാരിക്കുന്ന ഷാജൻ ഏത് നിലപാടിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണോണ്ടാണ്. ഈ ചിത്രം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. എന്നിട്ടും ചിത്രയെ സസ്പെൻഡ് ചെയ്തത് സോഷ്യൽ മീഡിയ പുറവിളിയുടെ തുടർച്ചയാണ്. ചിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ കൗൺസിലറായിട്ടുള്ള സുഗതനെ സഹായിച്ചു എന്ന് പറഞ്ഞ് നടപടിയെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥയുടെ പേരാണ് കേട്ടോ ഷാജൻ പറയുന്നത്. അവർക്കെതിരെ നടപടിയെടുത്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത്. ഇതിന്റെ പിന്തുടർച്ചയായിരുന്നു കാസർഗോഡ് ഗുരുപ്രസാദ് എന്ന പേരുള്ള അധ്യാപകൻ സസ്പെൻഷൻ ആയത്. ഈ അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു ഫ്രീഡം ക്വിസിന്റെ ഭാഗമായി, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും അധികകാലം ജയിലിൽ കിടന്ന നേതാവ് ആരാണെന്ന്. അത് സവർക്കർ ആയതുകൊണ്ട് മാത്രം ആ ചോദ്യവും ഉത്തരവും ശരിയായിട്ടും അത് സവർക്കറാണെന്ന് ഏത് ചരിത്രത്തിലാണ് ഷാജൻ ഉള്ളത്? ഏറ്റവും കൂടുതൽ കാലം കിടന്നത് സവർക്കറാണ് എന്ന് പറയാനുള്ള ഏത് രേഖയുള്ളത് ഒന്ന് പറഞ്ഞേ. 13 കൊല്ലം പുള്ളി അല്ലാതെ നിരവധി കൊല്ലം 20-23 കൊല്ലത്തോളം പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ വീട്ടു തടങ്കലിലൊക്കെ കിടന്നിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാനായിട്ട് ഏത് രേഖയാണ് കയ്യിലുള്ളത്, ഏത് വസ്തുതയാണ് കയ്യിലുള്ളത് ഒന്ന് പറഞ്ഞേ. അധ്യാപകൻ സസ്പെൻഷനിലാവുന്നു. അടൂരിൽ ഏറ്റുകെട്ടുകളോടെ നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച ഒരാൾക്ക് പിഴയിട്ടതിന്റെ പേരിൽ 2 AMPമാരെ സസ്പെൻഡ് ചെയ്തതും ഇതുപോലെ തന്നെ അപലപനീയമാണ്. പിണറായിയെ പോലെ ഇങ്ങനെ അസഹിഷ്ണുത എന്തിനു വേണ്ടിയാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയൊക്കെ കാണിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ സമൂഹം ബഹുസ്വരമാണ്. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ വിമർശിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം കൂടിയുണ്ട്. അതിൽ ചിലത് വിവരക്കേടുകളും കേട്ടാൽ അറയ്ക്കുന്നതുമായ അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിലും
അതിന്മേൽ കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, ജയിലിൽ അടയ്ക്കുക എന്നതൊക്കെ അനുചിതമായ സംഗതിയാണ്. ജയിൽ ക്രിമിനലുകൾക്കുള്ളതാവണം, വിവരക്കേട് പറയുന്നവർക്കെതിരെ ആവരുത്. അവർക്കെതിരെ കേസെടുത്തോളൂ, പക്ഷെ ജാമ്യം കൊടുത്തു വിടണം. അവർ ചെയ്ത കുറ്റത്തിന് പിഴയടച്ച് തെറ്റുതിരുത്തി സമൂഹത്തോട് മാപ്പ് പറഞ്ഞ്. ഇപ്പൊ അത് തന്നെയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തത്. ഷാജ കേസെടുത്തു, ജാമ്യം കൊടുത്തു വിട്ടു, അല്ലാതെ എന്താണ്? നല്ല മനുഷ്യരായി മാറണം. പക്ഷെ അവരെ ക്രിമിനലുകളെ അടയ്ക്കാനുള്ള ജയിലിൽ അടച്ച് സർക്കാർ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കരുത്. എങ്ങനെയുണ്ട്? അതായത് TG മോഹൻദാസിനെതിരെയും മറ്റേ നമ്മുടെ R സുഗതനെ സഹായിച്ച അരുണിമക്കെതിരെയും കേസെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന MVD ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുത്തത് പോലും തെറ്റാണെന്നും അത് പിണറായിയുടെ പ്രേതം കൂടിയിരിക്കുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ്, UDF ഗവൺമെൻറ് എന്നുമാണ് ഷാജൻ്റെ അഭിപ്രായം. ഇപ്പം എങ്ങനെ ഇരിക്കണം?